നന്ദുവച്ചി എന്താ? ചാരുവിൻ്റെ ശബ്ദം കേട്ട് കാശിയും ജിതിനും പിറകിലേക്ക് തിരിഞ്ഞു നോക്കി. നന്ദുട്ടി എന്തു പറ്റി? കാശി കാറ് നിർത്തി. അത് കാശിയേട്ടാ, എനിക്ക് തല കറങ്ങുന്നത് പോലെയുണ്ട്, നന്ദന പറഞ്ഞു. ജിതിൻ നന്ദനയുടെ പൾസ് നോക്കി. പേടിക്കാനൊന്നുമില്ല കാശി, നമുക്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കാം. കാശി റോഡ് സൈഡ് കാറ് നിർത്തി. വാവ്, ഇവിടെ എന്താ അടിപൊളിയാണ്. ചാരു അവളുടെ ഫോൺ എടുത്ത് കുറേ ഫോട്ടോകൾ എടുക്കാൻ തുടങ്ങി. ചാരു, ആ ഫോൺ മാറ്റിവെച്ച് കഴിക്കാൻ നോക്ക്, ജിതിൻ പറഞ്ഞതും ചാരു ദേഷ്യത്തോടെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. നന്ദു ഗർഭിണിയായതുകൊണ്ട് ജിതിനും കാശിയും അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിക്കൊടുത്തു. ഫുഡ് കഴിച്ചപ്പോൾ നന്ദു ഓക്കെ ആയി. ഏട്ടാ, ദേ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. ഏയ്, അതൊന്നും വേണ്ട, ജിതിൻ പറഞ്ഞു. നന്ദു ചേച്ചി ഒന്ന് പറ പ്ലീസ്. ജിതേട്ടാ, മോളുടെ ആഗ്രഹമല്ലേ, എടുത്തോട്ടെ. ജിതിനൊന്ന് മൂളി. ഫോട്ടോയൊക്കെ എടുത്ത ശേഷം അവർ കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. അന്നേരം അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. നന്ദുവിനെ കണ്ടതും അമ്മമാരെല്ലാവരും വട്ടം കൂടി. മോളെ, എന്താ പറ്റിയത്? കാവ്യ നന്ദുവിനെ നോക്കി ചേർത്ത് പിടിച്ചു. അമ്മേ, എനിക്കൊന്നുമില്ല, ഞാനൊന്ന് കിടക്കട്ടെ, നല്ല ക്ഷീണം. നന്ദന എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ച ശേഷം റൂമിലേക്ക് നടന്നു. എന്നാൽ പെട്ടെന്ന് വീഴാൻ പോയ നന്ദനയുടെ അരയിലൂടെ ചേർത്ത് പിടിച്ച് കാശി നന്ദുവിനെ കോരിയെടുത്ത് റൂമിലേക്ക് നടന്നു. അയ്യോ കാശിയേട്ടാ, താഴെ ഇറക്കിക്കേ, എല്ലാവരും കാണും. എല്ലാവരും കണ്ടാലെന്താ, നീ എൻ്റെ ഭാര്യയല്ലേ. ഇപ്പം മോള് കുറച്ച് റെസ്റ്റ് എടുക്ക്. കാശി നന്ദുവിൻ്റെ നെറുകയിൽ മുത്തിക്കൊണ്ട് പുറത്തേക്ക് പോയി. ക്ഷീണം കാരണം നന്ദുവിൻ്റെ കണ്ണുകൾ താനെ അടഞ്ഞു. ഇതേ സമയം ടെറസിൽ. കാശി, നീ ശ്രേയയെ എന്ത് ചെയ്തു? വിജയ് ചോദിച്ചു. കൊന്നു തള്ളി അവളെ. എൻ്റെ പെണ്ണിൻ്റെ ദേഹത്ത് തൊടാൻ ആരെയും ഞാൻ അനുവദിക്കില്ല. കാശിയുടെ മുഖഭാവം കണ്ട് എല്ലാവർക്കും പേടി തോന്നി. എടാ കാശി, അവൾ മരിക്കേണ്ടവൾ തന്നെയാണ്. എന്നാലും നിയമത്തിന് വിട്ടുകൊടുക്കാമായിരുന്നില്ലേ? അജു ചോദിച്ചു. നിയമത്തിന് വിട്ടുകൊടുത്ത ഈസിയായി അവൾക്ക് പുറത്തു കടക്കാം. എന്നാൽ എൻ്റെ നിയമം അതിലേക്ക് കാലെടുത്ത് വെച്ചവർ ഒന്നും ജീവനോടെ പുറത്തു വന്നിട്ടില്ല. എൻ്റെ അനിയത്തിമാരെ മയക്കുമരുന്ന് കൊടുത്ത് മറുനാട്ടിലേക്ക് കടത്തിവിടാനായിരുന്നു അവളുടെ പ്ലാന്. കാശി പറയുന്നത് കേട്ട് ജിതിനും മഹിയും ഞെട്ടി. കാശി, നീ പറഞ്ഞത് സത്യാണോ? അവളുടെ ബിസിനസ് ഇത് തന്നെയാണ്, മയക്കുമരുന്ന് മാഫിയ. കുറച്ചുനേരം ആരും ഒന്നും മിണ്ടിയില്ല. നാദിയമോൾ ഉറക്കം കഴിഞ്ഞ് കളിക്കുവാണ് കാശി ചെന്നപ്പോൾ. കാശിയെ കണ്ടതും കാശിയുടെ അടുത്തേക്ക് മുട്ടിലിഴഞ്ഞവൾ വന്നു. കാശി നാദിയമോളെ എടുത്ത് വട്ടം കറക്കി. നാദി കുടുകുടാ ചിരിക്കുന്നുണ്ട്. നാദിമോൾ കാശിയുടെ മീശയിലും താടിയിലും തൊട്ടു നോക്കി. അവളുടെ ഭാഷയിൽ എന്തൊക്കെ പറയുന്നുണ്ട്. കാശിയേട്ടാ, മോളിങ്ങ് താ, ഏട്ടൻ ചെന്ന് കഴിച്ചോ? വേണ്ട ഐഷു, കുഞ്ഞെൻ്റെ കയ്യിലിരുന്നോട്ടെ. രാത്രി നന്ദുവിന് ഉറങ്ങാനേ കഴിഞ്ഞില്ല. എന്താ നന്ദുട്ടി? അത് കാശിയേട്ടാ, കൈ വേദനിക്കുന്നുണ്ട്. കാശി നന്ദനയുടെ കൈയെടുത്ത് അവൻ്റെ മടിയിൽ വെച്ചു. പതിയെ കൈ മസാജ് ചെയ്തു. പിറ്റേ ദിവസം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം ഓഫീസിലേക്ക് പോയി. ജോയലിന് കോളേജ് പൂട്ടിയതിനാൽ അവനും അവരോടൊപ്പം പോയിരുന്നു. ഫയൽസ് നോക്കുന്ന നന്ദുവിൻ്റെ അടുത്തേക്ക് കാശി ദേഷ്യത്തോടെ ചെന്നു. നന്ദുട്ടി, എന്താ ഇത്? ഇത് ഫയല്. നിന്നോട് വെറുതെ ഇരിക്കാനല്ലേ പറഞ്ഞത്? അടുത്ത ആഴ്ച ചെക്കപ്പ് ഉള്ളതാണ്. അടുത്ത ആഴ്ച മുതൽ നീ ഓഫീസിൽ വരണ്ട. കാശി ദേഷ്യത്തോടെ അത് പറഞ്ഞുകൊണ്ട് അവൻ്റെ സീറ്റിൽ പോയിരുന്നു. വർക്ക് ചെയ്യുമ്പോഴും കാശി നന്ദുവിനെ നോക്കുന്നുണ്ടായിരുന്നു. ചെറുതായി വീർത്ത വയറിൽ കൈവച്ച് നല്ല ഉറക്കത്തിലാണ് പെണ്ണ്. അവളുടെ ആ കുഞ്ഞു മുഖമെടുത്ത് ഉമ്മ വയ്ക്കാൻ കാശിക്കപ്പോൾ തോന്നി. കാശി ഒരു ചിരിയോടെ നന്ദുവിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. കാശി നന്ദുവിൻ്റെ മൂർത്താവിൽ ചുംബിച്ച് അവളെ തന്നെ നോക്കി നിന്നു. കണ്ണു തുറന്ന നന്ദന കാശിയെ മൈൻഡ് ചെയ്യാതെ കപടദേഷ്യത്തോടെ സാന്ദ്രയുടെ ക്യാബിനിലേക്ക് പോയി. ഹാ നന്ദു, എന്താടാ? ഏയ് ഒന്നുമില്ല. മീര എവിടെ? നന്ദു മീരയുടെ സീറ്റിലേക്ക് നോക്കി ചോദിച്ചു. അവൾ അരുണിൻ്റെ കൂടെ ഉണ്ടാവും. അവനും അവൾ ഓഫീസാണെന്ന് പോലും നോക്കാതെ റൊമാൻസിച്ച് നടക്കുകയാണ്. ദേ രണ്ടും വരുന്നുണ്ട്. നന്ദു. മീര നന്ദുവിനെ കെട്ടിപ്പിടിച്ചു. വന്നേ, കുറേ നേരം നിൽക്കാതെ. മീര നന്ദുവിനെ ചേരൽ പിടിച്ച് പതിയെ ഇരുത്തി സംസാരിച്ചിരുന്നു. ജോയൽ വന്നത് കണ്ട് ബിനോയ് തലയിൽ കൈവച്ചിരിപ്പാണ്. എന്താണെന്നല്ലേ സംഭവം? അതെ ചേച്ചി, മാരീഡാണോ? ജോയലിൻ്റെ ചോദ്യം കേട്ട് ആ സ്റ്റാഫ് അവനെ കൂർപ്പിച്ചു നോക്കി. ആണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. ആൻറ്റിയുടെ മോളില്ലേ സ്റ്റെല്ല, അവളെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഒരു ജോലിയൊക്കെ ആയിട്ട് മതി. എന്നാ ഞാനങ്ങോട്ട്. അതും പറഞ്ഞുകൊണ്ട് ജോയൽ വന്ന് പെട്ടത് ബിനോയിൻ്റെ മുന്നിലായിരുന്നു. ഇച്ചു ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ അറിഞ്ഞില്ല. അല്ല, ആരും പറഞ്ഞില്ല. ബിനോയിന് ജോയലിൻ്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ തന്നെ ചിരി വന്നിരുന്നു. എന്നാൽ മുഖത്ത് സ്ഥായിഭാവമായ ഗൗരവം എടുത്തണിഞ്ഞുകൊണ്ട് ബിനോയ് ജോയലിനെ കൂർപ്പിച്ചു നോക്കി. എന്താ ഇച്ചു ഇങ്ങനെ നോക്കുന്നേ? എന്നെ കണ്ടിട്ട് ഇച്ചുവിന് മനസ്സിലായില്ലേ? മനസ്സിലായി വരുന്നു. രാവിലെ തന്നെ ഞാനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു സംശയം തോന്നിയതാണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി. കണ്ടുപിടിച്ചു അല്ലേ? വാ, അങ്ങോട്ടേക്ക് ഇരിക്കാം. എന്താണ് രണ്ടുപേരും സംസാരിക്കുന്നത്? അരുൺ ചോദിച്ചു. അതോ, ഇവനൊരു പ്രണയം.
എന്ത് പ്രണയമോ? ആരോട്? ലീന. വാട്ട്? ലീനാൻറ്റിയോ? നോ, ലീനാൻറ്റിയുടെ മോളെ. ആ, ഇതിനാണോ ഇവൻ ഓഫീസിലേക്കുണ്ടെന്ന് പറഞ്ഞു വന്നത്? ബെസ്റ്റ്. ലഞ്ചിങ് ടൈം ആയപ്പോൾ എല്ലാവരും ക്യാൻറ്റീനിലേക്ക് പോയി. ക്യാൻറ്റീനിൽ കാശിയെ കണ്ടതും സ്റ്റാഫുകൾ എണീറ്റു. എല്ലാവരും ഇരിക്കുക. അവർ കാശിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഫുഡ് കഴിക്കാനിരുന്നു. നന്ദന സാന്ദ്രയോടും മീരയോടും സംസാരിക്കുന്നത് കണ്ട് കാശി നന്ദുവിനെ നോക്കി. കാശി, എന്താ? പെങ്ങളൂട്ടി നിന്നോട് പിണക്കത്തിലാണോ? ഏയ് ഒന്നുമില്ല, ചുമ്മാ. നന്ദു കഴിച്ചു കഴിഞ്ഞ് വാഷ്റൂമിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞതും നന്ദന വന്നു. കാശിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച ശേഷം അവൻ്റെ അടുത്തേക്ക് വന്നു. കാശിയേട്ടാ, ബോറടിക്കുന്നു. വർക്ക് ചെയ്യായിരുന്ന കാശി നന്ദുവിനെ നോക്കി. കുറെ കഴിഞ്ഞ് ലാപ്ടോപ്പ് അടച്ച് കാശി നന്ദുവിൻ്റെ അരികിലിരുന്നു. ജൂനിയർ നന്ദു എന്തു പറയുന്നു? ജൂനിയർ നന്ദു അല്ല, ജൂനിയർ കാശിനാഥൻ. കാശിയേട്ടനെ പോലെ കലിപ്പൻ കുഞ്ഞുവാവയെ മതി എനിക്ക്. നന്ദു അത് പറഞ്ഞപ്പോൾ വയറിൽ കിടക്കുന്ന കുഞ്ഞിക്കലിപ്പൻ വയറിൽ കിടന്ന് അനങ്ങി. സന്തോഷത്തോടെ കാശി നന്ദുവിൻ്റെ വയറിൽ കൈവച്ചു. വാവേ, ദേ അച്ഛനാണ്. കാശി കൈവച്ചതും വീണ്ടും കുഞ്ഞിക്കലിപ്പൻ അനങ്ങി. കണ്ടില്ലേ, കാശിയേട്ടൻ്റെ പ്രസൻസ് വാവ അറിഞ്ഞു. കാശി നിറകണ്ണുകളോടെ നന്ദനയുടെ മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. അങ്ങനെ ഒരാഴ്ചകൾ കടന്നുപോയി. നേഴ്സ് നന്ദനയുടെ പേര് വിളിച്ചതും മഹിയുടെ ക്യാബിനിലേക്ക് കാശിയും നന്ദുവും ചെന്നു. ആ മോളെ, കാശി ഇരിക്ക്. എന്താ ഏട്ടാ, സ്കാനിംഗ് റിപ്പോർട്ടിൽ എന്തെങ്കിലും പ്രശ്നം? ഏയ് പേടിക്കാനൊന്നുമില്ലടാ, മോൾക്കും കുഞ്ഞിനും ഒരു കുഴപ്പമില്ല. പിന്നെ? മഹി നിർത്തി കാശിയെ നോക്കി. പിന്നെ ഏട്ടാ, ഒന്ന് ടെൻഷൻ അടുപ്പിക്കാതെ പറ. അത് കാശി, നീ ഒരു ഇരട്ടക്കുട്ടികളുടെ അച്ഛനാവാൻ പോവുക. ആന്നേ? മഹി പറഞ്ഞു കേട്ടതും കാശിയുടെയും നന്ദുവിൻ്റെയും കണ്ണുകൾ ഈറനണിഞ്ഞു. മോളെ, ഹാപ്പി ആയില്ലേ? ഇരട്ടക്കുട്ടികളാണ്. ഫുഡൊക്കെ കൃത്യസമയത്ത് കഴിക്കണം. ഇതറിഞ്ഞ എല്ലാവരും നന്ദുവിനെ പൊതിഞ്ഞു പിടിച്ചു. വീട്ടിലെ അമ്മമാരെല്ലാവരും അടുക്കളയിൽ തിരക്കിട്ട പണിയിലാണ്. ഓരോ ദിവസവും കൂടുന്തോറും നന്ദുവിനെ എല്ലാവരും സ്നേഹം കൊണ്ട് മൂടി. അരുണിന്റെ അമ്മയും അനിയത്തിയും കൈലാസത്തിലെത്തിയതോടെ ആ വീടൊന്ന് ഉണർന്നു. ഇതിനിടെ ബിനോയ് ചാരുവിനോട് അവന്റെ ഇഷ്ടം പറഞ്ഞു. ജിതിൻ ചാരു നോക്കിയപ്പോൾ കണ്ണിച്ചിമ്മി കാണിച്ചു. കാശിയേട്ടാ. ഏട്ടാ. എന്ത് നന്ദുട്ടി? ഞാൻ കുറച്ചുകൂടി കിടക്കട്ടെ, ഇന്ന് സൺഡേ അല്ലേ? കാശി അത് പറഞ്ഞ് കിടക്കാൻ നോക്കിയെങ്കിലും നന്ദു കാശിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്താ എൻ്റെ നന്ദുട്ടി? കാശി ചിണുങ്ങിക്കൊണ്ട് ബെഡിലിരുന്നു. കലിപ്പൻ തന്നെയാണോ ഇത്? അവൾ കുസൃതിയോടെ പറഞ്ഞു. നന്ദു കാശിയുടെ അടുത്തായി വന്നിരുന്നു. മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ കാശിയേട്ടാ. ഗോഡ് ബ്ലെസ് യു. അവൻ്റെ ചെവിയോരം ചേർന്ന് നന്ദു കാശിയെ വിഷ് ചെയ്തു. ഇന്നെൻ്റെ പിറന്നാളായിരുന്നോ? കാശിയേട്ടൻ ഫ്രഷായിട്ട് വാ. അത് പറഞ്ഞ് നന്ദു പോവാൻ നിന്നതും കാശി നന്ദുവിൻ്റെ കൈ പിടിച്ചു. എന്തെന്ന ഭാവത്തിൽ നന്ദു കാശിയെ നോക്കി. ഐ ലവ് യു നന്ദു. നന്ദു പുഞ്ചിരിച്ചുകൊണ്ട് കാശിയുടെ നെറുകയിൽ ചുംബിച്ചു. ഐ ലവ് യു ടു കാശിയേട്ടാ. നന്ദു പോയതും കാശി ഫ്രഷ് ആവാൻ ബാത്റൂമിലേക്ക് പോയി. കാശി എല്ലാവരും വിഷ് ചെയ്തു. അച്ഛന്മാരുടെയും അമ്മമാരുടെയും അനുഗ്രഹത്തോടെ നന്ദുവും കാശിയും ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. ക്ഷേത്രത്തിൽ കാശിനാഥൻ, പൂരം നക്ഷത്രം, ഒരു പുഷ്പാഞ്ജലി, നെയ്വിളക്ക്. കാശിയേട്ടൻ പ്രാർത്ഥിച്ചോ? ഞാനിപ്പോൾ വരാം. നന്ദു തിരിച്ചു വന്നതും കാശി അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ നിൽക്കുമായിരുന്നോ? വാ. നന്ദു കാശിയുടെ കൈ കോർത്ത് നടന്നു. പൂജാരി കൊടുത്ത ഇലച്ചീന്തിൽ നിന്നും അല്പം ചന്ദനമെടുത്ത് നന്ദു നിറഞ്ഞ പുഞ്ചിരിയോടെ കാശിയുടെ നെറ്റിയിൽ തൊട്ടുകൊടുത്തു.